ക്ലാസ്സിലിരുന്ന് റിൻഡാരോ ആകെ വിയർത്ത് കുളിക്കുകയാണ്. പുറത്തെ ആ കഠിനമായ ചൂട് കാരണം അവന് ഒന്നിനും ഒരു ശ്രദ്ധ കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ തന്നെയല്ലേ. ചൂട് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ AC എങ്കിലും ഉണ്ടല്ലോ എന്ന് കരുതി അവൻ സ്റ്റാഫ് റൂമിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവൻ അങ്ങോട്ടേക്ക് നടക്കുമ്പോഴാണ് അവന്റെ ആ കൂട്ടുകാരൻ ഓടി വരുന്നത്. റിൻഡാരോ, നമുക്ക് ഈ വർഷത്തെ ഫോക്കി ഫെസ്റ്റിവലിൽ പങ്കെടുത്താലോ എന്ന് അവൻ ആവശ്യത്തോട് ചോദിച്ചു. ചൂട് കാരണം തളർന്നിരിക്കുന്ന റിൻഡാരോയ്ക്ക് ഈ ഫെസ്റ്റിവലിന്റെ കാര്യം കേട്ടപ്പോൾ തന്നെ ആദ്യം വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. പക്ഷേ ഈ ഫെസ്റ്റിവൽ അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പോവുകയാണെന്ന് അവൻ അപ്പോൾ അറിഞ്ഞിരുന്നില്ല. ഫെസ്റ്റിവലിൽ പങ്കെടുക്കാമെന്ന ആവശ്യത്തോടെ സ്റ്റാഫ് റൂമിലെത്തിയ റിൻഡാരോയോടും കൂട്ടുകാരോടും സാർ പറഞ്ഞ മറുപടി കേട്ട് അവർ ആകെ തളർന്നുപോയി. നിങ്ങളെ കൊണ്ട് ഈ ഫെസ്റ്റിവലിൽ ചേരാൻ പറ്റില്ല എന്നായിരുന്നു സാറിന്റെ കർക്കശമായ മറുപടി. കാരണം മറ്റൊന്നുമല്ല, അവർ പരീക്ഷയ്ക്ക് തോറ്റത് കൊണ്ട് ആ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഇവർക്ക് സപ്ലിമെന്റ് പരീക്ഷ എഴുതേണ്ടി വരും. അതുകൊണ്ട് ഫെസ്റ്റിവലിന് പോകാൻ അനുവാദമില്ല. എങ്ങനെയെങ്കിലും ഇതിലൊന്ന് പങ്കെടുക്കണമെന്ന് അവർ സാറിനോട് അപേക്ഷിച്ചു. സാർ കുറെ ആലോചിച്ച ശേഷം ഒരു ഡീൽ മുന്നോട്ട് വെച്ചു. ശരി, നിങ്ങൾ സ്പോർട്സ് ഫെസ്റ്റിവലിൽ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഐസ്ക്രീം വാങ്ങി തരാമെന്ന് പറഞ്ഞു. ഐസ്ക്രീമിന്റെ കാര്യം കേട്ടപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി. പക്ഷേ സ്റ്റാഫ് റൂമിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ റിൻഡാരോയുടെ ഫ്രണ്ടിന് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നു. അവന്റെ മുഖം ആകെ വാടി. ഐസ്ക്രീം ഒക്കെ കൊള്ളാം, പക്ഷേ സ്പോർട്സിൽ ജയിച്ചാലും അതിനിടയിൽ ഈ പരീക്ഷ പാസ്സാകണ്ടേ? എനിക്കാണെങ്കിൽ പഠിപ്പൊട്ടും തലയിൽ കയറുന്നില്ല. ഞാനിനി എന്ത് ചെയ്യും? അവന്റെ ആ ടെൻഷൻ കണ്ടപ്പോൾ റിൻഡാരോയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. സ്പോർട്സ് ജയിക്കുന്നതിനേക്കാൾ വലിയ ടാസ്ക് ആ പരീക്ഷ കടമ കടക്കുന്നതാണ് എന്നതാണ്. പരീക്ഷ കടമ കടക്കാൻ വേണ്ടി റിൻഡാരോ തന്റെ ഫ്രണ്ടിനോട് സഹായം ചോദിച്ചു. നീ എങ്കിലും ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കാൻ സഹായിക്കുമോ എന്നവൻ ചോദിച്ചെങ്കിലും ഫ്രണ്ട് കൈമലർത്തി. എന്നെ കൊണ്ട് പറ്റില്ലടാ, എനിക്ക് തന്നെ പഠിച്ചിട്ടൊന്നും തലേ കയറുന്നില്ല, പിന്നെയാ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്നായിരുന്നു അവന്റെ മറുപടി. എല്ലാവരും ഒരേ തോണിയിൽ ആണെന്ന് റിൻഡാരോയ്ക്ക് അപ്പോഴാണ് മനസ്സിലായത്. ആ ടെൻഷനിൽ ഇരിക്കുമ്പോഴാണ് റിൻഡാരോയുടെ ഫോണിൽ അമ്മയുടെ മെസ്സേജ് വരുന്നത്. ഷോപ്പിൽ കേക്ക് ഡിസ്കൗണ്ട് ഡേ ആയതുകൊണ്ട് വാഗൂരിയെ ഒന്ന് വിളിക്കാൻ അമ്മ അവനോട് പറഞ്ഞു. വാഗൂരിയെ കാണാൻ കിട്ടുന്ന ഒരു അവസരമാണെങ്കിലും അവൾ വരുമോ ഇല്ലയോ എന്നോർത്ത് റിൻഡാരോയ്ക്ക് ആകെ പരിഭ്രമമായി. ഒരു മെസ്സേജ് അയക്കാൻ പോലും അവൻ ഒരുപാട് വട്ടം ആലോചിച്ചു. ആ മെസ്സേജ് ഡ്രാഫ്റ്റ് ചെയ്ത് അയക്കാൻ വേണ്ടി അവൻ വൈകുന്നേരം വരെ സമയമെടുത്തു. ഒടുവിൽ ധൈര്യം സംഭരിച്ച് അവൻ മെസ്സേജ് അയച്ചു. പക്ഷേ അവൻ പ്രതീക്ഷിച്ച മറുപടി അല്ല വന്നത്. സോറി റിൻഡാരോ, എനിക്ക് വരാൻ പറ്റില്ല, എക്സാമിന്റെ തിരക്കിലാണ് എന്ന് വാഗൂരി റിപ്ലൈ നൽകി. ആ മറുപടി കേട്ടപ്പോൾ റിൻഡാരോയ്ക്ക് ചെറിയൊരു നിരാശ തോന്നി. പരീക്ഷാ തിരക്ക് അവൾക്ക് മാത്രമല്ല, റിൻഡാരോയ്ക്കും ഒരു വലിയ വില്ലനായി മുന്നിൽ നിൽക്കുകയാണെന്ന് അവൻ വീണ്ടും തിരിച്ചറിഞ്ഞു. പരീക്ഷാ പേടി കാരണം റിൻഡാരോയും കൂട്ടുകാരും നേരെ ലൈബ്രറിയിലേക്ക് വെച്ചുപിടിച്ചു. എങ്ങനെയെങ്കിലും കുറച്ച് കാര്യങ്ങൾ തലയിൽ കയറ്റണം എന്നായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷേ പുസ്തകം തുറന്നു വെച്ച് കുറെ നേരം നോക്കിയിട്ടും റിൻഡാരോയുടെ ഫ്രണ്ടിന് ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. അവസാനം അവൻ മടുത്ത് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ആ സമയത്താണ് കിക്കോ സ്കൂളിലെ 2 പെൺകുട്ടികൾ അവിടെ സീറ്റ് നോക്കി വരുന്നത്. അവർ ആകെ കൺഫ്യൂഷനിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ റിൻഡാരോ പതുക്കെ തന്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് അവർക്ക് സ്ഥലം ഒഴിഞ്ഞു കൊടുത്തു. റിൻഡാരോയുടെ ആ റൗഡി ലുക്ക് കണ്ടപ്പോൾ അവർ ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും അവന്റെ സഹായം അവൾക്ക് മനസ്സിലായി. പക്ഷെ ഒരു താങ്ക്സ് പറയുമ്പോൾ നിൽക്കാതെ റിൻഡാരോ അവിടെ നിന്നും വേഗം നടന്നു നീങ്ങി. തന്നെ കണ്ട് അവർ പേടിക്കേണ്ട എന്നായിരുന്നു അവന്റെ ചിന്ത. അവൻ ലൈബ്രറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ പെൺകുട്ടികൾ കൂട്ടമായി സംസാരിക്കുന്ന ശബ്ദം കേട്ടു. ആ ബഹളത്തിനിടയിൽ ഒരു ശബ്ദം മാത്രം റിൻഡാരോയുടെ കാതിൽ വല്ലാതെ ഉടക്കി. അവൻ ആ ശബ്ദം എവിടെയോ കേട്ട് നല്ല പരിചയമുള്ളതുപോലെ തോന്നി. ഇത് വാഗൂരിയുടെ ശബ്ദമല്ലേ എന്ന് അവൻ സംശയിച്ചു. അവൻ പതുക്കെ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അവന്റെ സംശയം ശരിയായിരുന്നു. അവിടെ കൂട്ടുകാർക്കിടയിൽ ഇരുന്ന് സംസാരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ വാഗൂരി തന്നെയായിരുന്നു. വാഗൂരിയെ ശ്രദ്ധിച്ചപ്പോൾ അവൾ അവിടെ ഇരുന്ന് പഠിക്കുകയായിരുന്നു. റിൻഡാരോയ്ക്ക് മനസ്സിലായി അവൾ ഒരു ഒന്നൊന്നര പഠിപ്പിയാണെന്ന്. പക്ഷെ നമ്മുടെ റിൻഡാരോ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. പഠിക്കാൻ നോക്കിയിട്ട് ഒന്നും തലയിൽ കയറാത്തത് കൊണ്ട് അവൻ പതുക്കെ സൈഡിലേക്ക് മാറി ഒന്ന് തല ചായച്ചു കിടന്നു. പക്ഷെ പെട്ടെന്നാണ് ഒരു അത്ഭുതം സംഭവിച്ചത്. വാഗൂരി എങ്ങനെയോ അവനെ അവിടെ കണ്ടെത്തി. ഓടി വന്ന് അവൾ റിൻഡാരോയെ വിളിച്ച്, അയ്യോ നിനക്ക് പഠിക്കാനില്ലേ, ഇങ്ങോട്ട് വരാതെ പോയി പഠിക്കാൻ നോക്ക് എന്ന് റിൻഡാരോ പരിഭ്രമത്തോടെ പറഞ്ഞെങ്കിലും വാഗൂരിക്ക് ഒന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അതൊന്നും സാരമില്ല റിൻഡാരോ, നിങ്ങളെ കണ്ടപ്പോൾ വിശന്നിരിക്കുകയാണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൾ ആ സ്നേഹം പ്രകടിപ്പിച്ചു. കേക്ക് ഫെസ്റ്റിന് വരാൻ പറ്റാത്തതിന് അവൾ ഒരുപാട് തവണ സോറി പറഞ്ഞു. പക്ഷെ റിൻഡാരോ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല വാഗൂരി, നിനക്ക് പഠിക്കാനുള്ളത് കൊണ്ടല്ലേ വരാൻ പറ്റാത്തത്, എനിക്ക് മനസ്സിലാകും. റിൻഡാരോയുടെ ആ ഒരു സ്വഭാവം വാഗൂരിയെ വീണ്ടും അവളിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. വാഗൂരിയുടെ വാക്കുകൾ കേട്ട് റിൻഡാരോ ശരിക്കും ഞെട്ടിപ്പോയി. എല്ലാവരും കരുതിയിരുന്നത് ആ വലിയ ഗേൾസ് സ്കൂൾ പഠിക്കുന്ന അവൾ ഒരു വലിയ പണക്കാര കുടുംബത്തിലെ കുട്ടിയാണെന്നാണ്. പക്ഷേ സത്യം അതല്ലായിരുന്നു. എനിക്ക് നല്ലൊരു റാങ്ക് വാങ്ങണം എന്നൊരു സ്വപ്നമുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. അത് മാത്രമല്ല, എന്റെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ വേണ്ടി ഞാൻ പാർട്ട് ടൈം ആയി ജോലിക്ക് പോകുന്നുണ്ട് എന്ന് അവൾ വെളിപ്പെടുത്തി. അപ്പോൾ നീ എത്ര റിച്ച് അല്ലേ എന്ന് റിൻഡാരോ അത്ഭുതത്തോടെ ചോദിച്ചു. അപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല റിൻഡാരോ, ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എന്റെ കഴിവും സ്കോളർഷിപ്പും കൊണ്ടാണ് എനിക്ക് ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയത്. അവളുടെ ഈ കഠിനാധ്വാനവും ലക്ഷ്യബോധവും കണ്ടപ്പോൾ റിൻഡാരോയുടെ ഉള്ളിൽ അവളുടെ ബഹുമാനം ഇരട്ടിയായി. അവളുടെ ആവേശവും പഠിക്കാനുള്ള കഴിവും കണ്ടപ്പോൾ റിൻഡാരോ പതുക്കെ ഒരു സഹായം ചോദിച്ചു. നിനക്ക് സമയം കിട്ടുമ്പോൾ എന്നെയും കൂടി ഒന്ന് പഠിപ്പിക്കാൻ പറ്റുമോ? വാഗൂരിക്ക് അതിലൊട്ടും മടിയില്ലായിരുന്നു. അവൾ സന്തോഷത്തോടെ അവന് വാക്ക് കൊടുത്തു. പിന്നെ എന്താ റിൻഡാരോ, ഞാൻ തീർച്ചയായും പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. പരീക്ഷാ പേടിയിൽ ഇരുന്ന റിൻഡാരോയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ആശ്വാസമായിരുന്നു ആ വാഗ്ദാനം. വാഗൂരിയോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ റിൻഡാരോ ചോദിച്ചു, നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടി അവിടെ പോയി? അവൾ ഷോപ്പിങ്ങിന് പോയിരിക്കുകയാണ്, വരാൻ കുറച്ച് ലേറ്റ് ആകും എന്ന് വാഗൂരി മറുപടി പറയുന്നതിനിടെ സുബാരു അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. തന്റെ കൂട്ടുകാരോട് ചിതോരി സ്കൂൾ പയ്യനോട് സംസാരിക്കുന്ന സുബാരുവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൾ പെട്ടെന്ന് വാഗൂരിയെ അവിടെ നിന്ന് മാറ്റി നിർത്തി. അവൻ അപകടകാരിയായ മറ്റൊരു
ബാച്ചിലെ പയ്യനാണെന്നും ഇവനോട് സംസാരിക്കരുത് എന്നും അവൾ വാഗോരിയെ വിലക്കി. എന്നാൽ വാഗോരി അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, സുബാരു നീ വിചാരിക്കുന്നത് പോലെ അല്ല അവൻ, റിൻഡാരോ ഒരു നല്ല വ്യക്തിയാണ്. ആ സമയത്താണ് റിൻഡാരോയുടെ ഫ്രണ്ട്സും അങ്ങോട്ടേക്ക് വരുന്നത്. രണ്ട് സ്കൂളിലെ പിള്ളേരെ മുഖാമുഖം വന്നപ്പോൾ അവിടെ ചെറിയൊരു യുദ്ധക്കളം പോലെയായി. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാക്കേറ്റങ്ങളും വഴക്കും ഒക്കെ നടന്നു. പക്ഷെ റിൻഡാരോയുടെ ഇടപെടലിലും വാഗോരിയുടെ സംസാരവും കാരണം കാര്യങ്ങൾ വഷളായില്ല. ഒടുവിൽ തെറ്റിദ്ധാരണകൾ മാറി അവർ പരസ്പരം മാപ്പ് പറഞ്ഞു. ആ വലിയ പ്രശ്നം വളരെ സ്മൂത്തായി അവസാനിച്ചു. സുബാരു വാഗോരിയോട് റിൻഡാരയെ കുറിച്ച് ചോദിച്ചു. അവന്റെ ആ ലുക്ക് കണ്ടപ്പോൾ ഇപ്പോഴും ഒരു പേടിയുണ്ട്. പക്ഷെ വാഗോരി ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, സുബാരു നീ പുറമേ കാണുന്ന പോലെയല്ല അവൻ. റിൻഡാർ ശരിക്കും ഒരു കൈൻഡായ ഒരു പയ്യനാണ്. തന്റെ ഫ്രണ്ടിന് റിൻഡാരയെ കുറിച്ച് നല്ലൊരു അഭിപ്രായം ഉണ്ടാക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. മറുഭാഗത്ത് റിൻഡാരെ വീട്ടിലെത്തി പഠിക്കാനാവുന്നത് ശ്രമിച്ചു നോക്കി. പക്ഷെ എന്ത് ചെയ്യാൻ, നമ്മുടെ ഹീറോയ്ക്ക് പഠിപ്പും പുസ്തകവും അത്ര പൊരുത്തമുള്ള കാര്യമല്ലല്ലോ. ബുക്ക് തുറന്നാൽ ഒന്നും തലയിൽ കയറുന്നില്ല. ആ ഒരു വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് വാഗോരിയുടെ മെസ്സേജ് വരുന്നത്. റിൻഡാരോ നീ ഇപ്പോൾ ഫ്രീ ആണോ എന്ന് ചോദിക്കുന്നത്. ഉടൻ തന്നെ അവൻ തിരിച്ചും മെസ്സേജ് അയച്ചു. ഫോൺ വിളിച്ചപ്പോൾ അവർക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ലൈബ്രറിയിൽ നടന്ന സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു ചെറിയ വഴക്കിനെ കുറിച്ചും തെറ്റിദ്ധാരണകളെ കുറിച്ചും അവർ സംസാരിച്ചു. അവസാനം നമ്മളുടെ ഹീറോ പറഞ്ഞു നമുക്ക് പഠിക്കാൻ വേണ്ടി നാളെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ആദ്യം ഒന്നും സമ്മതിച്ചില്ലെങ്കിലും പിന്നെ സമ്മതിക്കുകയും ചെയ്തു. ഫോൺ കട്ട് ചെയ്തെങ്കിലും റിൻഡാരയുടെ മുഖത്ത് ചെറിയൊരു ഗൗരവം ഉണ്ടായിരുന്നു. വാഗോരിയും റിൻഡാരയും തമ്മിലുള്ള ആ മാനസികമായ അടുപ്പം കൂടുമ്പോഴും സ്കൂളുകളും പശ്ചാത്തലവും തമ്മിലുള്ള ആ വലിയ ദൂരം ഈ സീനിൽ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ രണ്ട് വ്യത്യസ്ത ലോകങ്ങളിൽ കഴിയുന്ന റിൻഡാരയും വാഗോരിയും തമ്മിലുള്ള ദൂരം കുറയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മുടെ ചാനലിൽ ഇപ്പോൾ 370 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ഈ സപ്പോർട്ടിന് വലിയൊരു നന്ദി. ഈ വീഡിയോ കൂടി കണ്ടു കഴിയുമ്പോൾ നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സ് എന്ന ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.